നമ്മുടെ ഈ നേര്യമംഗലത്തിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? നേര്യമംഗലം നമ്മളൊരിക്കൽ വണ്ടി വഴിയില്ല, ടയർ പോയി വഴിയിലായോ. അന്നും നമ്മൾ വ്ളോഗിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ കണ്ടിനെ എല്ലാവരും കണ്ടുകളില്ല. നമ്മൾ രാത്രി നമ്മൾ മൂന്നാറിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേര്യമംഗലത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ട് നമ്മൾ ടയറിൽ നോക്കുന്നു. ആ സമയത്ത് വണ്ടി എർട്ടിക എടുത്ത സമയം വണ്ടി ടയറൊന്നും മാറില്ല, അത്യാവശ്യം ടയറൊക്കെ പോയിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ടയർ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചാണ് നിന്നത്. പക്ഷേ നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ മണിമല എത്തുന്നതിന് മുന്നേ വണ്ടി പഞ്ചറായില്ലേ. ഒരു ടയർ പഞ്ചറായി, വെടിയായി. എനിക്ക് ആ ടയർ മാറ്റി സ്റ്റെപ്പിന് ഇടുന്ന ടയർ എടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇത്രയും ദൂരം ഏകദേശം ഒരു 100 കിലോമീറ്ററോളം വീണ്ടും ഓടി ഇവിടം വരെ വന്നു. നേര്യമംഗലം വരെ എത്തിയ സമയത്ത് വീണ്ടും എത്തിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ കയറിയില്ലേ. ചായ കുടിച്ചിട്ട് വെറുതെ ഒന്ന് ടയർ നോക്കിയ സമയത്ത് അതിനകത്തുള്ള അകത്തുള്ള കമ്പിയൊക്കെ പുറത്ത് വന്നു അല്ലേ. അത്ര ഗതികെട്ട ടയർ കൊണ്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് മൂന്നാർ വരെ പോകാൻ പോയത്. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെ നമ്മൾ മൂന്നാർ തപ്പിപ്പിടിച്ച് മൂന്നാർ അങ്ങെത്തി. നമ്മൾ പോയ ദിവസം എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ തലേന്നായിരുന്നല്ലോ. മൂന്നാർ എത്തുന്നത് ക്രിസ്മസിന്റെ അന്ന് ഞായറാഴ്ച എന്തുമായിരുന്നു തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ. അങ്ങനെ അവസാനം മൂന്നാർ എത്തിയിട്ട് അവിടെ കടകളൊന്നുമില്ല. പിന്നെ തിരിച്ച് നമ്മൾ അടിമാലി വന്നല്ലേ, 25 കിലോമീറ്റർ വീണ്ടും താഴെ വന്നിട്ട് അടിമാലി വന്നിട്ട് അവിടെ വന്ന് കുറേ കടകളൊക്കെ നോക്കി. എല്ലാം തുറന്നിട്ടൊന്നുമില്ല. ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല എല്ലാവരും കടകളൊക്കെ അടച്ചേക്കായിരുന്നു. എന്നിട്ട് അവസാനം ഒരു നമ്പർ എടുത്ത് എന്തോ ഭാഗ്യത്തിന് വിളിച്ചപ്പോൾ അയാൾ പള്ളിയിൽ പോകുന്ന സമയമായിരുന്നു, ഓൺ ദ വേ ടു പള്ളി. അങ്ങനെ പുള്ളി പറഞ്ഞ് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ടയർ മാറ്റിയിട്ട് തരാം, ഓക്കെ, വേറൊന്നും ഒരു വീൽ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, നമുക്ക് ടയറൊന്ന് മാറി കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് അവസാനം 4 ടയറും നമ്മൾ അവിടെ നിന്ന് മാറിയില്ലേ. അതും ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ട്. അന്ന് 20,000 രൂപ ഒരുമിച്ച് 4 ടയർ ഒരുമിച്ച് അങ്ങ് മാറി. നമ്മൾ പിന്നെ അങ്ങ് ഒന്നും നോക്കില്ല, റിച്ചായി അല്ലേ. പിന്നെ അങ്ങ് റിച്ചായി. പിന്നെ അത് ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ മറക്കത്തില്ല. ഈ നേര്യമംഗലം വരുമ്പോൾ എപ്പോഴും ഓർമ്മ ആ ഒരു സംഭവമാണ്.